നമസ്കാരം. വളരെയേറെ വികസന സാധ്യതയുള്ള ഒരു നഗരമാണ് പാലക്കാടെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എന്നിട്ടും 13.5 വർഷം കൊണ്ട് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന അവിടുത്തെ MLA ആയിരുന്ന വ്യക്തി ആ നഗരത്തിൽ ഒന്നും ചെയ്തില്ല എന്നത് മാത്രമല്ല, ഒരുപാട് വർഷം പിന്നോട്ട് നടത്തി പാലക്കാടിനെ. വികസനം എന്താണെന്ന് പോലും അറിയാൻ ഒരവസരം പോലും പാലക്കാടിന് ഷാഫി പറമ്പിൽ കൊടുത്തില്ല എന്നത് യാഥാർത്ഥ്യം. പ്രേതാലയം പോലെ കിടക്കുന്ന ടൗൺ ഹാളും അതുപോലെ തന്നെ നശിച്ച് നാരായണക്കല്ല് എടുത്ത് കിടക്കുന്ന ബസ് സ്റ്റാൻഡും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും അങ്ങനെ തുടങ്ങി മുഴുവൻ നമുക്ക് പാലക്കാട് കാണാൻ സാധിക്കുന്നത് തകർന്ന തരിപ്പണമായി കിടക്കുന്ന ഒരു മണ്ഡലത്തെയാണ്. ഷാഫി പറമ്പലിലൂടെ പാലക്കാടിന് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ 8ന്റെ പണി കിട്ടി എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നിട്ട് ഒരു ഘട്ടത്തിൽ ഇതേ പാലക്കാടുകാരെ വഞ്ചിച്ചുകൊണ്ട് പാതി വഴിയിലിട്ട് ഇറങ്ങി ഓടി, സ്വന്തം അധികാര കസേരകൾ ഉറപ്പിക്കാൻ വേണ്ടി. ഇനി പാലക്കാടുകാർ പഴയ രീതിയിൽ ട്രീറ്റ് ചെയ്യില്ല എന്ന് മനസ്സിലായപ്പോൾ, ഇനിയൊരു സാധ്യതയില്ല എന്ന് മനസ്സിലായപ്പോൾ തന്ത്രപരമായി അവിടുന്ന് ഷാഫി മുങ്ങി എന്ന് പറയുന്നതാകും സത്യം. അങ്ങനെ അവിടെ വീണ്ടും ബൈ ഇലക്ഷൻ വന്നിരിക്കുന്നു. അപ്പോൾ അതേ ചിഹ്നത്തിൽ, ഷാഫി മത്സരിച്ച അതേ ചിഹ്നത്തിൽ തന്നെ, ഈ ചിഹ്നത്തിലെ വോട്ട് ചോദിച്ച് ഒരു ഉളുപ്പുമില്ലാതെ അവരുടെ ഇടയിലേക്ക് ചെല്ലുകയാണ്. പാലക്കാടിലെ വോട്ടർമാർ തികഞ്ഞ അവജ്ഞയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാർട്ടിയെയും നോക്കിക്കാണുന്നത്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ. അവരുടെ മുമ്പിലേക്കാണ് വികസന കാഴ്ചപ്പാടുകളെക്കുറിച്ച്, വികസനത്തെക്കുറിച്ച് 10 ഉറപ്പുകൾ നൽകിക്കൊണ്ട് സരിൻ ട്രെൻഡായി മാറുന്നത്. സരിന്റെ 10 ഉറപ്പുകൾ പാലക്കാടിൽ വലിയ ചർച്ചയായി മാറുകയാണ്. സരിൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്കുണ്ട്, ഇപ്പോൾ വലിയ വൈറലായിക്കൊണ്ടിരിക്കുന്ന വാക്ക്. അത് ഞാൻ ഒന്ന് വായിക്കാം. കേവലം വാഗ്ദാനങ്ങളല്ല, മറിച്ച് ഉറപ്പാണ് ഞാൻ തരുന്നത്. എൻ്റെ വാഗ്ദാനങ്ങൾക്കും ഉറപ്പിനും ഭരണത്തിൻ്റെ കരുത്തുണ്ട്. പറഞ്ഞാൽ പറഞ്ഞ കാര്യം ചെയ്തിരിക്കും. മാറ്റാം നമുക്ക് ഈ പാലക്കാടിനെ. പുതിയ വികസന വഴിയിലേക്ക്, പുതിയ കുതിപ്പിൻ്റെ രഥത്തിലേറാൻ നമുക്ക് ഒന്നിച്ചു നിൽക്കാം എന്നാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി പറയുന്നത്. അതായത് അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിൽ, വിവര സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ ടൂറിസം മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയെടുക്കാൻ തനിക്ക് MLA ആയിട്ടുണ്ടെങ്കിൽ കഴിയും എന്ന ഉറപ്പ് അദ്ദേഹം നൽകുകയാണ്. വെറും ചില ആശയങ്ങൾ മാത്രമല്ലല്ലോ അദ്ദേഹം പങ്കുവെക്കുന്നത്, അതെങ്ങനെ നടപ്പിലാക്കി എടുക്കാൻ കഴിയുമെന്ന് കൂടി വോട്ടർമാരോട് പറയുകയാണ്. ആരാണ് സരിൻ? അദ്ദേഹം നിസാരക്കാരനൊന്നുമല്ലല്ലോ. സിവിൽ സർവീസ് ഉപേക്ഷിച്ച് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്, അദ്ദേഹത്തിന്റെ ഉറപ്പിന് ഒരു പ്രത്യേക കരുത്തുണ്ട് എന്നത് ഞാൻ പറയേണ്ട കാര്യമില്ല. സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ, മെഡിക്കൽ കോളേജ്, സ്പോർട്സ് ഹബ്ബ്, കുടുംബശ്രീ, വിനോദസഞ്ചാരം, വിക്ടോറിയ വയോജന സംരക്ഷണ കേന്ദ്രം, ഗതാഗത സൗകര്യം, ക്ലീൻ സിറ്റി, വർക്ക് നിയർ ഹോം എന്നിങ്ങനെ 10 വിഭാഗങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക. പാലക്കാട് വ്യവസായ പാർക്കിൽ സൃഷ്ടിക്കപ്പെടുന്ന തൊഴിലവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ പാലക്കാട് IIT, പോളിടെക്നിക്, ITI, വ്യവസായ വകുപ്പ് തുടങ്ങിയവയുമായി ചേർന്ന മണ്ഡലത്തിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ യാഥാർത്ഥ്യമാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇതുവഴി ഓരോ വർഷവും 1000 പേർക്ക് പരിശീലനവും തൊഴിലും ലഭ്യമാക്കുമെന്നും സരിൻ ഉറപ്പ് നൽകുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജായി പാലക്കാട് മെഡിക്കൽ കോളേജിനെ മാറ്റുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നു. മെഡിക്കൽ കോളേജ് സ്റ്റേഡിയം, ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം, ഇൻഡോർ സ്റ്റേഡിയം ഇതൊക്കെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തി കായിക താരങ്ങൾക്ക് മികച്ച പരിശീലനം ലഭ്യമാക്കുന്ന ഒരു സ്പോർട്സ് ഹബ്ബാക്കി അതിനെയൊക്കെ മാറ്റുമെന്ന് കൂടി അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് നല്ല വ്യക്തമായ കാഴ്ചപ്പാടുകളുമായാണ് സരിൻ വോട്ടർമാരുടെ മുമ്പിലേക്ക് ചെല്ലുന്നത്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ വോട്ടർമാരോട് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ജനപ്രതിനിധിയാകാൻ വരുന്ന ആൾക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്ന് പോലും അത്ഭുതത്തോടെ വോട്ടർമാർ നോക്കി നിൽക്കുന്ന സാഹചര്യം. കഴിഞ്ഞ 13.5 വർഷം എന്തുകൊണ്ട് ഇവിടുത്തെ MLA ആയിരുന്ന വ്യക്തിക്ക് ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് കൂടി അവർ ആലോചിക്കുകയാണ്. കേവലം ഒരു സ്ഥാനാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ സരിന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത് തന്നെ ഒരു വലിയ കാര്യമായി തന്നെ വേണം കാണാനായി. അപ്പോൾ ഇത്തരത്തിൽ കാഴ്ചപ്പാടുള്ള, ഇത്തരത്തിൽ ജനങ്ങളെക്കുറിച്ച്, ആ നാടിനെക്കുറിച്ചൊക്കെ നല്ല കാഴ്ചപ്പാടുള്ള, ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുള്ള സരിനെ പോലുള്ളവർക്കല്ലാതെ വേറെ ആർക്കാണ് പാലക്കാടുകാർ വോട്ട് ചെയ്യുക? പാതി വഴിയിൽ ഇട്ടിട്ട് പോയ, ജനങ്ങളെ വഞ്ചിച്ച ഷാഫിയുടെ പാർട്ടിക്കാണോ? അപ്പോൾ ജനം ചിന്തിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, കൽപ്പാത്തി രഥോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൂറിസം സാധ്യതകൾ ഏറെയുള്ളൊരു നഗരം കൂടിയാണ് അവിടെ. അപ്പോൾ നമ്മുടെ കേരളത്തിലെത്തുന്ന വിനോദസഞ്ചാരികളിൽ 10% വിനോദസഞ്ചാരികളെ
പാലക്കാടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് സരിൻ പറയുകയാണ്. അങ്ങനെ എത്തപ്പെടുമ്പോൾ ആ നഗരത്തിനുണ്ടാകാൻ പോകുന്ന വികസനങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായി ഉണ്ടാകാൻ പോകുന്ന മെച്ചങ്ങൾ അതൊക്കെ അദ്ദേഹം മുൻകൂട്ടി മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് രാജ്യത്തും വിദേശത്തുമൊക്കെ എത്തിക്കുന്നതിനുള്ള പല നീക്കങ്ങൾ സർക്കാരിൻ്റെ കൂടി ഒരു സപ്പോർട്ടോടു കൂടി അദ്ദേഹം നടപ്പിലാക്കും എന്ന് പറയുന്നു. വിക്ടോറിയ കോളേജിൽ കൂടുതൽ കോഴ്സുകൾ കൊണ്ടുവരുമെന്ന് പറയുന്നു. അങ്ങനെ എല്ലാ തലങ്ങളിലും വലിയ രീതിയിലുള്ള വികസനങ്ങൾ കൊണ്ടുവന്ന് പാലക്കാടിൻ്റെ സ്ട്രക്ചർ, പാലക്കാടിൻ്റെ മൊത്തത്തിലുള്ള ഈ ഒരു വികസന മുരടിപ്പ് മാറ്റി വികസന തേരിൽ കയറ്റും എന്ന് സരിൻ പറയുകയാണ്. സരിൻ്റെ ഈ ഉറപ്പുകൾക്ക്, സരിൻ്റെ ഈ കാഴ്ചപ്പാടിന്, ആശയങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിലും വലിയ കയ്യടി കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. സരിൻ രാഷ്ട്രീയം പറഞ്ഞ് വികസനം പറഞ്ഞ് വോട്ട് ചോദിക്കുമ്പോൾ എന്താണ് മറുഭാഗത്ത് കാണുന്നത്? അതായത് വ്യാജ വോട്ടുകൾ ചേർത്ത്, സ്പിരിറ്റ് ഒഴുക്കി, കള്ള നോട്ടുകൾ കൊണ്ടുവന്ന്, അതായത് കള്ളപ്പണം കൊണ്ടുവന്ന് ഒക്കെ തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് എങ്ങനെയെങ്കിലും അധികാര കസേരയിൽ കയറിപ്പറ്റി വീണ്ടും പാലക്കാടിനെ പറ്റിക്കാനുള്ള ശ്രമമല്ലേ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടോ സരിൻ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ വരുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും വോട്ടർമാരുടെ മുന്നിൽ വരുന്നതോ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. സരിൻ സത്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് അത് എണ്ണി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്തേക്ക് വരുന്നത്. അല്ലാതെ കേവലം ഈ കോൺഗ്രസ് ഒക്കെ അടിച്ചിറക്കുന്നത് പോലുള്ള ഒരിക്കലും നടപ്പിലാക്കില്ലാത്ത വ്യാജ പ്രകടന പത്രികയുമായല്ല വരുന്നത്. നടപ്പിലാക്കാൻ കഴിവുള്ള, നടപ്പിലാക്കുമെന്ന് ഉറപ്പുള്ള, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ സരിൻ പറയുന്നുള്ളൂ. പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് കൊടുത്ത എല്ലാ ഉറപ്പുകളും പാലിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സരിൻ നിൽക്കുമ്പോൾ സരിൻ എന്തൊക്കെ ഉറപ്പ് നൽകിയിട്ടുണ്ടോ ആ ഉറപ്പുകളൊക്കെ അവിടെ നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും ഇനി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുമ്പോൾ സരിനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ടും സരിനെതിരെ ഇല്ലാത്ത കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടും നുണവാർത്തകൾ പടച്ചുവിട്ടുകൊണ്ടും സരിന്റെ മുന്നേറ്റം തടയാൻ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ബഹുദൂരം അദ്ദേഹം മുമ്പിലാണ്. അദ്ദേഹം പാലക്കാടുകാരുടെ മനസ്സ് കീഴടക്കിയിരിക്കുന്നു. പാലക്കാടുകാരുടെ മനസ്സ് മാറ്റാൻ ഇനി ആർക്കും പറ്റില്ല എന്ന് അവർ തന്നെ പറയുന്ന സാഹചര്യം. എന്തായാലും പാലക്കാട് മാറി ചിന്തിക്കട്ടെ, പാലക്കാടും മറ്റൊരു വട്ടിയൂർക്കാവായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്.